നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. എച്ച് മൈനസ് എൽ. അപ്പൊ എന്താ എച്ച് എന്ന് പറയുന്നത്? എച്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ, എൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. ദാറ്റ് ഈസ് എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. ഇവിടെ മാർക്സ് 35, 20, 25, 15, 30, 50 ആൻഡ് 60. സോ ഇതിന്റെ റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം റേഞ്ച് അല്ലെ, റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ കണ്ടു അല്ലെ, എന്താ ഇക്വേഷൻ? എച്ച് മൈനസ് എൽ. ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എത്രയായിട്ടാണ് വരുന്നത്? ഹയസ്റ്റ് വാല്യൂ ഈസ് 60 മൈനസ് ലോവസ്റ്റ് വാല്യൂ എത്രയാ വരുന്നത്? ലോവസ്റ്റ് വാല്യൂ ഈസ് 15. സോ 60 മൈനസ് 15 എത്രയാണ്? വിച്ച് ഈസ് 45. എളുപ്പമല്ലേ ഇത്? ഇനി കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ആണ് നോക്കേണ്ടത് അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. സോ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു 60 മൈനസ് 15 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 15 which is equal to 60 minus 15 എത്രയാണ്? 45 by 60 plus 15 എത്രയാണ്? 75. So 45 by 75 എത്ര കിട്ടും? 0.6. വളരെ എളുപ്പമല്ലേ റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കാൻ? ഓക്കെ, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ.